ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ നടിയെ പീഡിപ്പിക്കപ്പെട്ട കേസിലത്തെ കോടതി വിധി വന്നിട്ടുണ്ട്. 2 ദിവസമായി വന്നിട്ട് ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും മീഡിയാസ് എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള റീസൺ ആ കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും മീഡിയാസ് ഇതിൻ്റെ പേരിൽ ഒരു ഡിബേറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും മീഡിയാസ് ഒരു ഹെഡ്ലൈനോ എന്തെങ്കിലും ക്യാപ്ഷൻസോ ഇതിന് പറഞ്ഞിട്ടുണ്ട്? ഇവർ പറയില്ല. കാരണം അതിനെപ്പറ്റി ന്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര വർഷം ഇവർ ദിലീപിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന നുണക്കഥകൾ, ഇവർ തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കെട്ടിച്ചമച്ച ഒരു ഫ്രോഡ് എവിഡൻസുകൾ എല്ലാതും വെളിച്ചത്ത് കൊണ്ടുവരും. കുറേ പബ്ലിക് ഇവർ പറഞ്ഞ നുണക്കഥകളെല്ലാം പബ്ലിക്കിന് മനസ്സിലാവും. അതുകൊണ്ട് ഇവരൊരിക്കലും പറയാൻ പോകുന്നില്ല. ഇവർ ഡിബേറ്റ് സംഘടിപ്പിക്കുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കാം. ഇതിൻ്റെ പേരിൽ കോടതി വിധി പുറത്തു വന്നിട്ടുണ്ട്. ഈ കോടതി വിധി പുറത്തു വന്നതിൻ്റെ ബേസിസ് ആയിട്ട്, അതായത് ന്യൂട്രലായിട്ട് സംസാരിക്കാൻ അറിയുന്ന ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കാൻ ഏതെങ്കിലും ന്യൂസ് ചാനലിന് ധൈര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അവർ ചെയ്യില്ല എന്നാണ് എനിക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല കള്ളത്തരങ്ങളും, ഈ ചാനലുകൾ പറഞ്ഞു കൂട്ടിയ പല കള്ളക്കഥകളും, ദിലീപിനെ ദ്രോഹിച്ചതിനുള്ള ഇല്ലാത്ത തെളിവുണ്ടെന്ന് പറഞ്ഞു നടന്ന പല കേസുകളും പുറത്തു വരും. അതുകൊണ്ട് ഇതാരും മീഡിയാസ് ഒന്നും പറയില്ല. പക്ഷേ ദിലീപിനെതിരെ ഏതെങ്കിലും വഴികൂടെ പോകുന്ന ആളോ, ദിലീപിൻ്റെ അവിടെ ബാത്റൂം കഴുകാൻ പോയ ആളോ, ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയ ആളോ, അപ്പുറത്തെ വീട്ടിലത്തെ ആളോ, ഏതെങ്കിലും ഒരാൾ ദിലീപിനെതിരെ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ മൈക്കും തൂക്കി ഇറക്കും ക്യാമറയും കൊണ്ട്. എന്നിട്ട് അയാളെ ഫുള്ള് ക്ലിപ്പിങ്സ് 2-3 ദിവസത്തേക്ക് ചാനലിൽ ഫുള്ള് ഇയാളെ വിഷ്വൽസ് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ പേരിൽ 3-4 ഡിബേറ്റുകൾ. ദിലീപിനെ പറ്റി ഞാൻ റോട്ടിൽ നിന്നിട്ട് ദിലീപിനെ പറ്റി എന്തെങ്കിലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ന്യൂസിൽ പബ്ലിഷ് ചെയ്യും. പക്ഷേ ആരെങ്കിലും സത്യം ഫാക്ട് വെച്ച് ദിലീപിന് അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവർ ഒഴിവാക്കും. ഇതാണ് ഇവിടുത്തെ മീഡിയ ദിലീപിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദിലീപിൻ്റെ നല്ല കാലം വരാൻ പോവാണ്. ഞാൻ പറയാനുള്ള കാര്യം, ഇപ്പോൾ ദിലീപിനെതിരെ നിൽക്കുന്നവരും ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചവരും പ്രോസിക്യൂഷനും പോലീസും വല്ലാത്ത പെടലാണ് പെട്ടിട്ടുള്ളത്. പബ്ലിക്കിൻ്റെ മുമ്പിൽ പെടാൻ പോകുന്നു. എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് ഒരു 50% കേരളത്തിലെ മലയാളികൾ എടുത്തു കഴിഞ്ഞാൽ ഈ പബ്ലിക്കിൻ്റെ 50% പേരും ദിലീപിനെതിരായിരുന്നു. നിങ്ങളൊരു 10 പേരെ റോട്ടിൽ കൂടെ പോകുന്ന എനി ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരോട് 10 പേരെ ചോദിച്ചു കഴിഞ്ഞാൽ 8 പേരും ദിലീപിന് എതിരായിരുന്നു. 1-2 പേരായിരിക്കും, അതായത് 20% പേര് മാത്രമേ ദിലീപിനെ സപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ, കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിൽ. ബാക്കി 80% പേരും, 80% വരുന്ന ഓൺലൈൻ മാധ്യമങ്ങളും 99% വരുന്ന മേജർ മീഡിയാസും എല്ലാവരും ദിലീപിനെതിരായിരുന്നു. പക്ഷേ ഈ കോടതി വിധി വന്ന് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് അറിഞ്ഞിട്ട് ദിലീപിനെ വെറുതെ വിട്ടതിന് ശേഷം ദിലീപിനുള്ള സപ്പോർട്ടും പബ്ലിക് സപ്പോർട്ടും പല ഓൺലൈൻ ചാനലുകളും നോർമലായിട്ടുള്ള ചാനലുകളും ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ദിലീപിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും പണ്ട് 20% പേരെ സപ്പോർട്ടാണെങ്കിൽ ഒരു 40% പേര് ഇപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാസ് ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും. ഇപ്പോൾ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 60% പേര് മാത്രമാണ് ഇപ്പോഴും ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്നത്. ഒരു 40% പേര് മാത്രമേ ഇപ്പോഴും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, കോടതി വിധി വന്നിട്ട് പോലും. ഇനി ദിലീപിനെതിരെ നിൽക്കുന്ന പ്രോസിക്യൂഷനും പോലീസും അല്ലെ ഇവർ ലോയേഴ്സൊക്കെ, അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലോയേഴ്സൊക്കെ പറയുന്ന കാര്യം ഞങ്ങൾ മേൽക്കോടതിക്ക് പോകുമെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവർ മേൽക്കോടതിയിൽ പോകുമെന്ന്. എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഇവർ പോകുന്നില്ല എന്നുള്ളത്? ഇവർ മേൽക്കോടതിയിൽ പോയാലും പോയില്ലെങ്കിലും അത് ദിലീപിന് ബോണസാണ്. ഇവർ പോയാലും പോയില്ലെങ്കിലും ദിലീപിന് നല്ല കാലമാണ്. ഇവർ മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ദിലീപ് 100% രക്ഷപ്പെട്ടു. ദിലീപിന് കോളടിച്ചെന്ന് പറയില്ല, കോളടിച്ചു ദിലീപിന് ഇവർ മേൽക്കോടതി പോയി കഴിഞ്ഞാൽ. കാരണം ഇവർ മാക്സിമം മേൽക്കോടതിക്ക് പോകാൻ പോകുന്നത് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷ കുറഞ്ഞു പോയി അതൊന്ന് റീവിസിറ്റ് ചെയ്തിട്ട് കൂടുതൽ തീവ്രമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഇവർ മേൽക്കോടതിയിൽ പോകുന്നത്. പക്ഷേ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിയെ പെറ്റീഷൻ കൊടുത്തിട്ട് മേൽക്കോടതിക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ പറയുന്നു അതിനുള്ള സാധ്യത കുറവാണെന്ന്? കാരണം ഇപ്പോൾ പബ്ലിക്കും ദിലീപിന് അഗേൻസ്റ്റ് ആയിട്ട് ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ദിലീപ് ജഡ്ജിയെ സ്വാധീനിച്ചു, ഹണി വർഗീസിനെ പൈസ കൊടുത്ത് മേടിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇനി മേൽക്കോടതി പോയി കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ മേൽക്കോടതി ഈ എവിഡൻസൊക്കെ നോക്കിയിട്ട് ഈ വിചാരണ കോടതി പറഞ്ഞ ഇത് പ്രകാരം ദിലീപിനെതിരെ ഒരു തെളിവുമില്ല, അത് കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ തന്നെയായിരിക്കും മേൽക്കോടതിയും പുറത്തുവിടുക, വിധിക്കുക. കാരണം ദർ ഇസ് നോ എവിഡൻസ്. ഒരു എവിഡൻസ് ഇല്ലാതെ ദിലീപിന് ഒരു പ്രതി എന്ന് പറയാനുള്ള ഒരു എവിഡൻസ് ഇല്ല. അതുകൊണ്ട് ഈ വിചാരണ കോടതി പുറപ്പെടുവിച്ച വിധിയെ അപ്രൂവ് ചെയ്തിട്ട് മേൽക്കോടതിയും പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ദിലീപിന് ഇപ്പോൾ ഉള്ള സപ്പോർട്ടേഴ്സ് ഇരട്ടിയായിട്ട് കൂടും. ദിലീപിന് സഹതാപ തരംഗം ആഞ്ഞടിക്കും അനുകൂലമായിട്ട്. അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിച്ചതിന് ജനങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവും. ദിലീപിൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് എന്താ പറയുക, നമ്മുടെ ഹോട്ടലുകൾ, തിയേറ്ററിലൊക്കെ കല്ലെടുത്തെറിഞ്ഞ് നശിപ്പിച്ചതിന്, പബ്ലിക് ചെയ്തതിന് ആര് സമാധാനം പറയും? ഒരു നിരപരാധിയ മനുഷ്യനെ 85 ദിവസം ജയിലിൽ അടച്ചു. അദ്ദേഹത്തിൻ്റെ കരിയർ ഓൾമോസ്റ്റ് ഇല്ലാണ്ടാക്കി. ഈ ഒരു കുറ്റബോധം കൊണ്ട് ദിലീപിന് ഒരുപാട് സപ്പോർട്ട്, അതായത് നടി പീഡിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ദിലീപിന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഇരട്ടിയിലധികം ദിലീപ് ഫാൻസ് വരും. ദിലീപിന് ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം കിട്ടും. അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അദ്ദേഹത്തിൻ്റെ ഫെയിം കൂടും.
ഒരു സൂപ്പർ ഹീറോ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഇമേജ് ദിലീപിന് കിട്ടും. ദിലീപ് പണ്ടത്തെക്കാളും സ്ട്രോങ് ആയിട്ട് ദിലീപ് വരും. ആ ഒരു പേടി പ്രോസിക്യൂഷനും പോലീസിനുണ്ട്. ദിലീപിനെതിരെ തിരിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ഗൂഢാലോചന ചെയ്ത ആൾക്കാർക്ക് ആ പേടിയുണ്ട്. അതുകൊണ്ട് ഇവർ മേൽക്കോടതിയിൽ ദിലീപിനെ വെറുതെ വിട്ട വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ പബ്ലിക്കിനെ പേടിച്ചിട്ട്. അതേസമയം ഇവർ ദിലീപിനെ വെറുതെ വിട്ട വിധിക്ക് എതിരെ മേൽക്കോടതിയിൽ പോയില്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമാണ്. കാരണം ഈ പബ്ലിക്കിനും എല്ലാവർക്കും മനസ്സിലാവും ഇവരെന്തുകൊണ്ട് മേൽക്കോടതിയിലോട്ട് പോകുന്നില്ല. അപ്പോൾ എന്തോ കള്ളത്തരം ഇവർക്കുണ്ട്. ഇവരെന്തുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പോകുന്നില്ല, ഒരു കള്ളത്തരം ഇവർക്കുണ്ടെന്നുള്ള കാര്യം പബ്ലിക്കിന് മനസ്സിലാവും. അതുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പെറ്റീഷൻ കൊടുത്ത് പോയാലും പ്രശ്നം, പോയില്ലെങ്കിലും പ്രശ്നം. ഇവരിതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്തെങ്കിലും പേരും പറഞ്ഞിട്ട് മേൽക്കോടതിയിലേക്ക് പോകാതിരിക്കാൻ പറ്റുമെന്നുള്ള ചർച്ചയിലാണ് ഇവർ. അല്ലാതെ മേൽക്കോടതിയിലേക്ക് പോയിട്ട് മേൽക്കോടതിയിലുള്ള ജഡ്ജും ദിലീപ് കുറ്റക്കാരനല്ലാന്നുള്ളൊരു വിധി വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഈ പബ്ലിക്കിനും ഈ ദിലീപിനെതിരെ നിൽക്കുന്ന കുറേ എണ്ണത്തിനും ദിലീപ് ആ ജഡ്ജിയെയും സ്വാധീനിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളത്തരം എല്ലാം വെളിവാകും. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇവർ ദിലീപിനെതിരെ മേൽക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയോ ഇല്ല എന്നുള്ളത്.